ഗാർഡൻ ഓഫ് ബാൻ ബാൻ എന്തെങ്കിലും കളി തുടങ്ങിയേക്കാം. ഓക്കെ നമുക്ക് ഓക്കെ കൊടുത്തിന് ലാഗ് കൊടുത്ത് നമ്മൾ കുറച്ചുണ്ട് കാണാൻ ഉണ്ടാവില്ലല്ലോ. എന്തായാലും പോവാ. ഇവിടെ എന്താണ് ഇത് കാണിച്ചിരിക്കുന്നത്? പ്ലീസ് ഇൻ ഇന്റർനെറ്റ്. ഓക്കെ ഇവിടെ നിനക്ക് ഒരു കീ കാർഡ് കിട്ടീന്. അപ്പം മുതൽ ഈ കീ കാർഡ് ഇവിടെ നിന്നാൻ പോകുന്നത്. ഇവിടെ തന്നെ ബ്ലൂ ലൈറ്റുള്ള കൊടുത്താണ്. നമുക്ക് ഇവിടെ ഡ്രോൺ കിട്ടുന്നു. ഇതിങ്ങനെ 2 ബാറ്ററീസ് എടുക്കാനോ എന്തെങ്കിലും ആടാം നമുക്ക് നിൽക്കണ്ട. അപ്പം നമുക്ക് 2 ബാറ്ററീസ് കണ്ടുപിടിക്കണം. ഇവരെ കണ്ട് കാടണം. ബെൻബെൻ്റെ പേരറിയാം, വാക്ക് മാറി. അപ്പം എന്തായാലും നേരെ അവിടെ ബാറ്ററി ഇട്ടിക്ക്. ഇവൻ ആരാണ്? ഓക്കെ ഞാൻ 2 ബാറ്ററി അങ്ങനെ കണ്ടുപിടിച്ചത്. അപ്പം എന്തായാലും അവിടെ ഡ്രോൺ വർക്കായി. ഡ്രോൺ വന്നു ഡ്രോ എടുക്കാം പ്ലീസ്. ഓക്കെ ഇവിടെ നിൽക്കണം. നിൽക്ക് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ച് വെക്കാണ്ട്. ആ സ്വിച്ച് നോക്കാം നമുക്ക്. വറവണേ നിൽക്ക് അവിടെ തന്നെ ആ നിൽക്കുവാ. ഓടിയൊന്നോ അതൊരു ബേർഡ്. ഓപ്പില ബേർഡ് ഇവിടെ ഫുള്ള് ഇട്ടാലോ. ബാൻബെരിയില്ല. കിൻഡർ ഈസ് ഫ്രീ. അവൻ്റെ ക്യാപ്റ്റൻ ഫിഡിൽ എന്താ പറയുക ബോബു മുതലും എന്തോ സർപ്രൈസ് കിട്ടുന്നു പറയുന്നു. ഒരു എഗ്ഗ് കിട്ടീന്. അവിടെ എന്തോ ഉണ്ട് നമുക്കറിയാം. പിന്നെ അവിടെ എഗ്ഗില് അവിടെ ഒരു എഗ്ഗ് ഉണ്ട്. നമുക്കറിയാം അതൊക്കെ എവിടെയാണ് എഗ്ഗ് പോയിക്കുന്നത്. അവിടെ ഒരു എഗ്ഗ് ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കളിച്ചിക്കണേ. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയണത് തന്നെ. അപ്പം ഇനി ഇവിടെ ഒരു എഗ്ഗ് ഉണ്ടോ കണ്ടില്ലേ? ഇപ്പം എത്രയായി? 4 എഗ്ഗ് തോന്നുന്നു. അപ്പം നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് പോവാം. നമ്മൾ നേരെ ഓക്കെ ഇവിടെ സ്വിച്ചുണ്ട്. ഡ്രോൺ വാ പോയോ? നമ്മളിപ്പോൾ PC കളിക്കണേ. എന്തായാലും ഡ്രോൺ അതിനോട് വെച്ചാൽ വാഴ മണ്ണൂടാ. ഓക്കെ അടിച്ചിരുന്നവന് ഇവിടെ ഒരു മുട്ട എന്തായാലും വന്നിങ്ങനെ. അപ്പോൾ GTA 5 കളിച്ചിറങ്ങി കളിപ്പറിയാം. ഇവിടെ ലെറ്റർ വേർഡ് നോക്കണില്ല. ഞാൻ അടുത്ത മുട്ട നമുക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് 2 സ്വിച്ച് എത്തിയപ്പോൾ ഈ ഓപ്പില ബേർഡിൻ്റെ വായക്കാണ് നെക്കി കൊടുത്തേക്കാം. 2 3 4 5 6ാമത്തെ മുട്ടയാണ്. ആറാമത്തെ മുട്ട ഞാൻ നോട്ടിഫിക്കേഷൻ. ഓക്കെ അപ്പം നമുക്ക് 6ാമത്തെ മുട്ടയൊക്കെ കേക്കാട് കിട്ടീന്. ഈ കേക്കാട് ഇവിടെ ഇടുന്നുണ്ട്. ഇവിടെ ഉണ്ട് ബെൻബനാണ്. ഇവിടെ ബെൻബൻ നമ്മൾ കൂട്ടുകാരനാണ് തോന്നുന്നത്. ബെൻബൻ എന്താ പൊക്കൊന്നും അറിയില്ല. ദി ഇംഗ്ലീഷ് സ്കൂൾ. ഓക്കെ അപ്പോൾ തോന്നുന്നതേ ഈ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ഇവിടേക്ക് ഡ്രോയിങ് ചെക്കണം. ഞാൻ ഇപ്പോൾ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ ഡ്രോയിങ്ങിട്ട് വരുന്നോളൂ. ഡ്രോൺ വാ. ഡ്രോണിക്ക് മഞ്ഞ ക്ലാസ് വരണ്ട എന്നിട്ട് പേടിയാ തോന്നുന്നത്. ഓക്കെ അത് പൊട്ടിച്ചാണ് ഡ്രോണ്. ഡ്രോൺ നേരെ അങ്ങോട്ട് വിട്. നോക്കട്ടെ. ഓക്കെ ഡിയർ ഒന്ന് വേണം നമുക്ക്. ഇപ്പോൾ നമുക്ക് അപ്പോൾ ഒരു ഹാമർ കിട്ടാം. എനിക്ക് തോന്നുന്നേ ഹാമർ മറ്റേ ഇവിടെ ഇല്ല. അവിടെ ചുറ്റിക്ക് വെച്ചിട്ട് അടിക്കാണ്ട്. അവിടെ പോയി അടിച്ചേക്കാം നമുക്ക്. അവിടെ അടിക്കാണ്ട്. നമ്മളെന്തായാലും
ഇതിനെ വിളിച്ചിങ്ങനെ ഡ്രോണിനെ. അപ്പോൾ നമ്മളിവിടെ എത്തി. നമുക്കറിയാം കീക്കറിയിട നമുക്ക് നമുക്ക് ഈ സാധനം വരും. ഇതിൻ്റെ പേര് ഓപ്പിലാക്കാട് എന്നാണ്. അപ്പോൾ എന്തായാലും അപ്പുറത്തെ സൈഡിൽ പോകണം. അപ്പുറത്തെ സൈഡിൽ പോകണം. നമുക്ക് ഇത് ഞാൻ കളിച്ചിരിക്കുന്നത് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുന്നതാണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ നമ്മളിവിടെ അവലൊക്കെ പേര് കൊടുക്കാൻ ഒക്കെ അറിയാം. അതിനൊക്കെ ഇവിടെ ലെറ്റർ ഉണ്ട്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് അതൊന്നും നമുക്ക് വായിക്കണ്ട. ജംബോ ജോസ് ഉണ്ട്, ഓപ്പില ബേർഡ് ഉണ്ട്, ക്യാപ്റ്റൻ ഫുഡിലുണ്ട്, പിന്നെ അത് ബാൻബെലീന. ഇവിടെ കളറൊക്കെ അറിയാം. വൈറ്റ് ആണ്. വൈറ്റ് ഒന്നുകൂടി പോട്ടെ. ഒന്നുകൂടി ഓക്കെ. ഇവൻ ജംബോ ജോസ് അല്ല, ഇവൻ്റെ കളർ പച്ചേന്. പിന്നെ മറ്റേ ഹെൽറ്റൊക്കെ ഉള്ള ആളല്ലേ. അവൻ്റെ കളർ പച്ച. ഇത് ഓപ്പിലാബേഡ്. ഇതാണ് നമ്മളോട് കൊടുക്കാൻ പറയുന്നത്. പിങ്ക്. ക്യാപ്റ്റൻ ഫിഡിൽ ഇവൻ്റെ പർപ്പിളാണ്. പർപ്പിൾ. ഈ സ്റ്റിങ്ങർ ഫ്ലൈ ഇവൻ്റെത് ഓറഞ്ച്. അറിയാം. ഒന്നുകൂടി ഓക്കെ. എല്ലാം ശരി കഴിയുമ്പോൾ അപ്പം എന്താണ്ടാവുക ഡ്രോൺ. ഇവിടെ ഒരു കീക്കാട് ഡ്രോൺ കളി. സക്സസ്ഫുള്ളി ഇതാക്കി. ഇതാണ് ഏറ്റവും പാടുള്ള ടഫസ്റ്റ് ഇതാണ്. അപ്പോൾ ടഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ബാൻ ചൂഞ്ഞുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് ഇനി വേറെ സ്ഥലത്ത് പോകാണ്ട്. അപ്പോൾ നേരെ നടന്ന് ബാൻബെലിയാടിൻ്റെ ടീച്ചറിൻ്റെ ഇതുണ്ട്. അതിനുള്ള കീക്കാട് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു കീക്കാടുണ്ട്. അപ്പം നമ്മൾ ഡ്രോൺ കൊടുത്തിട്ട് അപ്പോൾ അവിടുത്തെ മറ്റേ ലൈറ്റ് ഓണായി. എന്തായാലും ഡ്രോൺ തന്നെ കുറിച്ചെത്താം. ഡ്രോൺ പോ. ഓക്കെ ഇവിടെയും കൂടി ഒരു കീക്കാട് ഇടാണ്ട്. ചാടണ അപ്പോൾ വേണ്ട നമ്മൾ